ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കാർ പാർക്കിംഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അവിടെ സുപ്ര ഗ്രേ കളറിലോട്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത്രയും ദിവസമായിട്ട് വണ്ടി പൊട്ടെന്ന് കണ്ടിട്ടില്ലല്ലോ. ഞാൻ കുറച്ച് അപ്ഗ്രേഡ് കണ്ടോ. ഇതൊന്ന് ഇങ്ങനെ ഡ്രിഫ്റ്റ് അടിച്ച് വരും. ഒരു സ്ഥലം കിട്ടട്ടെ. ഇവിടെ ഒരു സ്ട്രെയിറ്റ് റോഡുണ്ട്. ഇൻസ്റ്റാൾ ചെയ്യാൻ മറന്നുപോയി. അത് ഞാൻ വാങ്ങിച്ചതുള്ളൂ, ഇൻസ്റ്റാൾ ചെയ്യാൻ മറന്നുപോയി. എൻ്റെ മണ്ടനാ. എന്ത് ടർബോ ഇൻസ്റ്റാൾ ഒക്കെ ആ സാധനം ഇൻസ്റ്റാൾ ആവുള്ളൂ. എക്സോസ്റ്റ് ഷോട്ട് ഒരു മിനിറ്റ്, അത് കുറച്ചഴിയുമ്പോഴാണ് തോന്നുന്നു വരുന്നത്. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ടാക്സി കളിക്കാനാട്ടോ. ടാക്സി എൻ്റെ ഇപ്പോൾ 10ൻ്റെ പൈസയില്ല. 10ൻ്റെ പൈസയുണ്ട്. 10നെക്കാളും മേലെ, അതൊക്കെ മേലെ. പൊട്ടുന്നുണ്ട് ഒന്നുകൂടെ. പൊട്ടി കണ്ടോ? ഞാൻ അപ്ഗ്രേഡ് ചെയ്തതാണ്. കണ്ടിട്ട് വണ്ടി വേറെ ലെവലേ. ഇപ്പോൾ ഫോറോടെ എടുത്തിടിച്ചേനെ, എൻ്റെ ഭാഗ്യം. ഓക്കെ, പ്രോ മാസ്റ്റർ ഓട്ടോമോട്ടീവ് നമുക്കെന്തായാലും സാധനം കളിക്കാം. ടാക്സി കുറേ ദൂരമാണെങ്കിൽ ഞാൻ മാറ്റിക്കളിയും. അപ്പൊക്കെ റോഡ് എൻ്റെ സൂപ്പറിന്ന് ടാക്സി. ഹൈവേയിൽ സാധാരണ ഇത് ടാക്സി ഒന്നും കിട്ടാറില്ലല്ലോ. ഇന്നെന്താ പ്രത്യേകത? എന്തായാലും 9.5 കിലോമീറ്റർ ഒന്നും എനിക്ക് നടക്കാൻ പറ്റത്തില്ല. ഈ സിറ്റി മെയിനിൽ എവിടെയെല്ലാം സിറ്റി മെയിൻ എന്ന് പറഞ്ഞപ്പോൾ തന്നെ വന്നു. ഓക്കെ, നല്ല സ്ട്രേറ്റ് റോഡ് ആയിരിക്കും. അത് മാത്രമേ നല്ല വണ്ടിയുടെ പവറാണ് എനിക്ക് കിട്ടത്തുള്ളൂ. അയ്യോ, ഫസ്റ്റ് വേസൺ കിട്ടു. ഓക്കെ എത്ര നേരമായി സ്റ്റാർട്ട് ചെയ്ത്? അത് പുറകിലെ ആള് എന്ത് മണ്ടനാ നോക്കണേ. ആളെന്തി സൈഡ് എന്തിയേ? നമുക്ക് ഈ ഫസ്റ്റ് വേദന ഉണ്ടാണ്ട. ആളകത്തോട്ട് കയറിയോ? അത് ശരി, നമുക്ക് ഇങ്ങോട്ടേക്ക് തിരിച്ചേക്കാം. വണ്ടി അങ്ങോട്ടേക്ക് തിരിച്ചിട്ടുണ്ട്. നമുക്കിനി വേഗം കയറാം. അയ്യോ, അങ്ങോട്ടേക്ക് തിരിക്കല്ലേ വണ്ടി. സ്ലോയിൽ പോകണ്ട. സ്ട്രേറ്റ് റോഡ് കിട്ടി. അപ്പത്തേക്ക് അടുത്ത വളവ്. കഷ്ടമാണ്. ഈ വഴി കൂടെ പോവാ. കയറിക്കോ. അതല്ല, ആ വഴി തന്നെ. കിട്ടി. ഇപ്പൊ നേരെ കൺട്രോൾ ചെയ്ത് എൻ്റെ ഭാഗ്യം. അയ്യോ, എൻ്റെ അമ്മ, വണ്ടിയുടെ ബ്രേക്കിംഗ് സിസ്റ്റം വേറെ ലെവല്. സംഭവിച്ചിരുന്നു വണ്ടിയുടെ ബ്രേക്കിംഗ് സിസ്റ്റത്തിന്. അതാണ്ട് ബ്ലൂ സ്ഥലത്ത് പോയി നിർത്താം. നമുക്ക് ഡ്രിഫ്റ്റ് അടിച്ച് ചേർത്തായിരുന്നു. എന്ത് പറയണേ? അവരുടെ റിവ്യൂ ഒക്കെ നമുക്ക് കേൾക്കാൻ പറ്റും. റിവ്യൂ പ്ലീസ്. ടൈം ബോണസോ? ടൈം ബോണസ്. യു ഡ്രൈവ് ബെറ്റർ ദാൻ യു ടെൽ ജോക്സ്. ഞാനെപ്പോൾ ജോക്സ് ഇനിയിപ്പം ഞാൻ പറ്റിയത് കേട്ടു ശരിക്കും അറിഞ്ഞൂടാ. റിച്ച്മണ്ടോ?
അടുത്ത സ്ഥലം റിച്ച്മണ്ട്. അവിടെ ഒന്നും വേണ്ട. റിച്ച്മണ്ട്, നിങ്ങൾക്ക് റിച്ച്മണ്ട് അറിയുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. എനിക്കൊന്നും അറിഞ്ഞൂടാ ആ സിറ്റിമേ. എൻ്റെ കയ്യിൽ സൂപ്പർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് എല്ലാം അറിയാമെന്നല്ല. അല്ല ഇത് എനിക്ക് പല കാര്യങ്ങളൊന്നും അറിഞ്ഞൂടാ. അയ്യോ, അതാണ്ട് ഇവിടെ കൺസ്ട്രക്ഷനാ. കൺസ്ട്രക്ഷൻ്റെ ആൾ ഇവിടെ വെള്ളം കുടിക്കാൻ വന്നിട്ട് അയാൾക്ക് വീട്ടിൽ പോകണം. ആ നല്ലത് തന്നെ. ഇത് കാണിച്ച പെണ്ണാണോ? അല്ല, ആണല്ലേ. ഇതൊരു പട്ടാളക്കാരനാണ് കേട്ടോ. ഇതൊരു പട്ടാളക്കാരനാണ്, അതുറപ്പാ. ഇതൊരു പട്ടാളക്കാർ ഇടിച്ചു 1 സ്റ്റാർ പോയിക്കോ. റിവ്യൂവിൽ 1 സ്റ്റാർ, ഒറ്റൊരു സ്റ്റാർ പോയാൽ മതി. അങ്ങനെ സ്ട്രീറ്റ് റൂട്ട് അങ്ങനെ പറയാ. കണ്ട് ഈ സൈഡിൽ കൊടുക്കുക, ഈ സൈഡിൽ കൂടെ കയറിയാലും കുഴപ്പമില്ല കേട്ടോ. പക്ഷെ ഇവർ പറയുന്ന വഴി കൂടെ ചെന്നാൽ നമുക്ക് വേഗം എത്താൻ പറ്റും. അയ്യോ, ടൈം ബോണസ് കിട്ടണേ, ടൈം ബോണസ്. ഈ കൊതുക്, എന്നെ കൊതുക് അടിക്കുന്നുണ്ട്. അയ്യോ, എൻ്റെ സിബനെ ഇതില്ല. എൻ്റെ സിബനെ ആ വഴി കൂടെ പോകണ്ട, ഈ വഴി കൂടെ കഷ്ടപ്പെടണ്ട. ഈ വഴി കൂടെ ചെന്നിട്ട് ഇതിലെ കൂടെ വളഞ്ഞങ്ങ് ചെന്നാൽ മതി. എൻ്റെ ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായോ? കാണിച്ചു തരാം. നിങ്ങൾ മണ്ടന്മാരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. മണ്ടന്മാരാണെങ്കിൽ ഞാൻ വഴി പറഞ്ഞുതരാം. ദാണ്ട നമ്മൾ ഈ വഴി കൂടെ എത്തിയില്ലോ. അയ്യേ, എത്തിയില്ല. ഛേ പോയടാ. ആദ്യം മുതൽ ചെയ്യണം. ആ 1 സെക്കൻഡ് ഞാൻ പറയണില്ല. എന്ത് ചതിയാണ് ഈ വണ്ടി? അല്ല, എൻ്റെ ബുദ്ധി. മണ്ടന്മാർ ലൈക്ക് ചെയ്തിട്ട് പ്രോ പ്ലേയേഴ്സ് ലൈക്ക് ചെയ്താൽ മതി. ഇതെന്ത്? എനിക്ക് ഇത് വഴിയൊക്കെ തെറ്റുവാണ്. അതിൻ്റെ ഇടയ്ക്ക് ഗിയർ മാറ്റലും. തിരിച്ചു കയറിയോട്ടെ. വണ്ടിക്ക് ഇടിച്ചോ കാരണം ടയർ ചേഞ്ച്. ടയർ ചേഞ്ച് ഓക്കെ. ഇയാളെ മേടിച്ചിട്ട് ഇയാൾ പിന്നെ നമ്മൾ പോലെ. അയ്യോ, ഞാനൊരു സീൻ തന്നെ. സീനാണ് ഞാൻ സീനാ. നിങ്ങൾക്കറിയാമല്ലോ എപ്പോഴുണ്ട് സീനിൽ. അല്ല പിന്നെ റിവേഴ്സൊക്കെ എടുത്തു. കിട്ടി കടായി വണ്ടി. ഞാൻ എൻ്റെ പ്രശ്നമായിരുന്നല്ലേ. പക്ഷെ ഇവൻ്റെ ബേൺ ഔട്ടിങ് അതന്നെ ഒരു രക്ഷയില്ലാണ്ട് വെറുതെ വിടുന്നില്ല. ഇവരെന്താണ് ഇവരുടെ റിവ്യൂ ഒന്ന് കേൾക്കാം. ടൈമാണ് സത്യമില്ല. ദ ട്രിപ്പ് ഡ്രാങ്കഡ് ഓൺ ലൈക്ക് എ ടർക്കിഷ് TV സീരീസ് ആവും. അയ്യോ, ഞാനിവിടെ ഈ ചാനലൊന്നും വെച്ച് തരല്ല. സിറ്റിമേ ഓക്കെ. സ്റ്റാർട്ട് ബടി. നമുക്ക് അല്ലെങ്കിൽ ഈ ക്യാമറ ആംഗിൾ ഇട്ട് ദിവസത്തേക്ക് നമുക്ക് ഒടിക്കടേ. മൾട്ടിപ്ലെയർ ആകുമ്പോൾ മാത്രം മറ്റേത്. ഉടിച്ചില്ല, ഞാൻ ചിടിച്ചെന്ന്. ഏത് ഉടിയിട്ട പെണ്ണാണോ ആണോന്നാണ് എനിക്ക് തന്നെ അറിയാം. വേറെ വണ്ടിയില് ഇനിയിപ്പോൾ നമുക്ക് യൂട്ടേൺ എടുക്കാം. ഏതാ യൂട്ടേൺ? അങ്ങനെയൊക്കെയാണ് യൂട്ടേൺ എടുക്കാൻ. ഇവർ നേരാണോ? ഞാൻ ഈ സൈഡിലോട്ട്. മറ്റവരൊന്ന് കഷ്ടപ്പെട്ടല്ലേ ചെയ്ത്. അവിടെയൊക്കെ വീട് സെമിത്തേരിയിൽ. ഞാൻ വെച്ച സെമിത്തേരിയിലാണ് വീട്. ഐ കാൺ സീ യു. ഉയ്യോ, എൻ്റെ അമ്മ. താണ്ട് ഇവർക്ക് ഈ വഴി ഇറങ്ങിപ്പോകും അല്ലേ? അല്ല, ഞാൻ പറഞ്ഞില്ലേ അല്ലാന്ന്.
ഞാൻ ആ വഴി കൂടെ കയറി ഇറങ്ങിപ്പോയാൽ മതിയായിരുന്നു. ഞാൻ ഭയങ്കര മണ്ണൻ തന്നെ, ഞാനൊരു പൊട്ടൻ തന്നെ. എൻ്റെ ഫ്രണ്ട് പൊട്ടനാണ്. എൻ്റെ ഫ്രണ്ട് ആരാന്നറിയാലോ, അക്ഷദ്ദിനു. മറ്റേ പൊട്ടുന്ന സൗണ്ട് ഇട്ടാ എല്ലാവരും നെട്ടിപ്പോവും. അയ്യോ എൻ്റെ അമ്മ വിയർത്ത ബ്രേക്കിംഗ് സിസ്റ്റം. എൻ്റെ അമ്മ 10 മിനിറ്റായി. ഓക്കെ മച്ചാനെ ഇറങ്ങി. മച്ചാനെ മച്ചമ്പി ഇറങ്ങും മച്ചമ്പി. കാർ കണ്ടീഷൻ 3 സ്റ്റാർ. ഇത് ട്രിപ്പ്. മറ്റവർ പറഞ്ഞില്ലേ അതേ ഡയലോഗ് തന്നെ ഇവരടിച്ചേ. എന്ത് ചെയ്യാനാണ്. ഞാൻ കാശൊക്കെ ഉണ്ടാക്കി വെച്ചോ. സിവിക്കൊന്നും മേടിക്കാൻ കാശൊന്നും കിട്ടില്ല. യൂട്ടേൺ എടുക്കുന്നത് ഇതേതോ ട്രക്ക് കണ്ട അതിൻ്റെ അകത്തൊരു മണി ബോക്സ് എടുത്തിട്ട് ഞാൻ വരാട്ടോ. ഞാൻ വെച്ച വണ്ടിക്ക് എന്തൊക്കെയല്ലേ പറ്റി. കാറ് ആരോട് കാറ് കണ്ട അവിടെ ചേട്ടൻ നിൽപ്പുണ്ട്. പുള്ളിക്കാരൻ്റെ ട്രക്ക് ഡ്രൈവറാണോ? പുള്ളിക്കാരൻ വേറെ ലെവല് കേട്ടോ, പഞ്ചാബി സ്റ്റൈലൊക്കെയാണ്. ഞാൻ പറഞ്ഞില്ലേ ഞാൻ യൂട്ടേൺ എടുത്തത് ഭാഗ്യം. താണ്ട പുള്ളിക്കാരൻ്റെ പഞ്ചാബിയുടെ തൊപ്പി വരെ പുറത്താണോ? മറ്റേ തന്നെ. ഈ മിഷനും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അയ്യോ എന്താണ് ഇത്? എന്താണ് ഈ കിണ്ടിക്ക് പ്രശ്നം? കിണ്ടിയല്ലല്ലോ വണ്ടിക്ക് പ്രശ്നം. കയറിപ്പോകാൻ പറ്റൂല ഈ വണ്ടിക്ക് കിണ്ടിക്കുണ്ടി. എന്നാ അപ്പുറത്തെ സൈഡിൽ കൂടെ കയറും. അയ്യോ ഞാൻ വിട്ടു. ഞാൻ പറയില്ലേ അയാൾക്ക് തളർച്ച കേട്ടോ. അയാളെ കൂടെ വിളിച്ചേക്കാം. അതിന് 2 സീറ്റ് വണ്ടിയല്ലേ. അയ്യോ 3 സീറ്റ് വണ്ടി എടുത്തോണ്ട് വരണ്ട, വന്നാ മതി. ഇതൊന്നത് നമുക്ക് ആദ്യം മുതൽ നമുക്ക് ടാക്സ് വെച്ചിട്ടാ. അയ്യോ ഞാനെന്താ സെറ്റിങ്ങിലോട്ട് പോണേ. ഓർഡർ ക്യാൻസൽ. ഇയാൾക്ക് വേണമെങ്കിൽ വേറെ വല്ലതുണ്ട് ഊബർ വിളിച്ച് നോക്കോ. ഞങ്ങളുടെ ഊബറിൽ എന്താ ഇയാൾക്ക് വിഷമാണെങ്കിൽ. ഞങ്ങളുടെ സസ്പെൻഷനുള്ള വണ്ടിക്ക് റോഡ് എന്ത് പൊട്ടനാന്നേ കാണണേ. നമുക്കപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഇന്നത്തെ ഒരു ഷോർട്ട് വീഡിയോ ആയിപ്പോയോ? എനിക്ക് എന്തോ അങ്ങനത്തെ. അയ്യോ വണ്ടി ഡ്രിഫ്റ്റ് അടിച്ചാലേ. ഇതേതാ ഡ്രിഫ്റ്റ് ഇങ്ങനെ കറക്കിയിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ്